السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم إنك حميد مجيد. اللهم بارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم إنك حميد مجيد. أما بعد. بسم الله الرحمن الرحيم. والفجر وليال العشر والشفع والوتر والليل إذا يسر. صدق الله المولانا العظيم. ما من أيام العمل الصالح فيها أحب إلى الله من هذه الأيام، يعني أيام العشر. يشفعنا رسول الله صلى الله عليه وسلم. ഉളുഹിയത്താർ അർക്കുന്നു എന്നാൽ അവനത് പാലം സിറാത്തിൽ മർക്കബാനെന്നുള്ളത് പറയുന്നു തിരുനബി. ഏതൊരാൾ ഉളുഹിയത്ത് അർത്താൽ അതെത്തും നാളെ ഖബർ സമീപത്ത്. വാലം മസീദന മൗലാന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, സയ്യിദു ഷുഹൂർ, നീങ്ങുന്നുണ്ട് എല്ലാ തിങ്ങളുടെ രാജാവ് റമളാൻ. ആലമു ഷുഹൂർ, എല്ലാ തിങ്ങളുടെ ആലം, ഘനമായ തിങ്ങൾ, ഉന്നത മഹോന്നത തിങ്ങൾ ഏതുകൊണ്ടുണ്ട ദുൽഹിജ്ജ. ദുൽഹിജ്ജ തിങ്ങൾക്ക് നിങ്ങൾ പ്രവേശിച്ചിട്ടുള്ള ദുൽഹിജ്ജ നാല് തിങ്ങളുടെ ലാസ്റ്റ് തിങ്ങൾ. മുഹറം സ്റ്റാർട്ടായിട്ട് ദുൽഹിജ്ജ ലാസ്റ്റ് അല്ലേ. അപ്പോൾ ആ തിങ്ങൾക്ക് വലിയ ഷറഫ്. തിങ്ങളുടെ 10 നാളുകൾ, ഫസ്റ്റ് 10 നാളുകൾ ബറോബറി ഗ്രേറ്റസ്റ്റ്. ಅದರ ಮಹತ್ವ ವರ್ಣಿಕೋಲ್ಲ ಅತ್ತರ ಗ್ರೇಡ್ ಇದಕ್ಕೆ ദുൽഹിജ്ജ. എന്തുകൊണ്ടു അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ 12 തിങ്ങളിൽ പേര് ചെന്നവിടെ 4 തിങ്ങളുടെ അള്ളാഹു പേര് ഉദ്ദാക്കി എടുത്ത് ചെന്ന അതിൽ ഒന്ന് ദുൽഹിജ്ജ. ആ തിങ്ങൾ എല്ലാ തിങ്ങൾത്തോ വൈസ് ക്യാപ്റ്റൻ. അത് ഏത് ക്യാപ്റ്റൻ റമളാൻ തിങ്ങൾ. അപ്പോൾ ആ തിങ്ങളിൽ എല്ലാ മനുഷ്യന്മാരുടെ സർവ്വദോഷം പാപപരിഹാരത്തിന് ഇസ്ലാമിയുടെ 5ാമത്തെ കാര്യമാണ് ഹജ്ജുണ്ട്. ഹജ്ജിന് ഗീബത്ത് പോലും പാടല്ലേ. ഹജ്ജ് ആറ് സ്വീകാര്യോഗ്യമായിട്ട് ഹജ്ജ് പോണ്ടാറില്ലേ. എത്ര മാർപ്പിച്ചലാക്കിയിട്ട് ഹജ്ജെങ്കാലം സ്വീകരിച്ചാണ്ടായിട്ട് അള്ളാഹു അങ്ങനെ സർവ്വദോഷം മാഫ ഇപ്പം പെത്ത കിരാട് പോലെ അങ്ങ് ആവിടാറ്. അപ്പോൾ ആ ഹജ്ജുള്ള തിങ്ങളിൽ ദുൽഹിജ്ജ തിങ്ങളിൽ. അതുകൊണ്ട് അള്ളാഹു വൽ ഫജ്രി വലയാലിൻ അഷ്ർ എന്നല്ലേ. നല്ല ബെല്ലമന്തോ സത്യയിട്ടിട്ട് വൽ ഫജർ, ഫജറിൻ്റെ സത്യമായിട്ട് അല്ല ചെന്ന പ്രഭാത അതിന് അതിനായിട്ട് സത്യം ചെന്ന. പിന്നെ അത്രമല്ല വലയാലിൻ അഷ്ർ 10 ജാവുടെ സത്യം ചെന്ന. അതിൽ 10 പോലും ഇടര് 10 ജാവ് ചെല്ലുമ്പോൾ അത് മഹാന്മാർ വ്യാഖ്യാനാക്കിടാറ് ദുൽഹിജ്ജയുടെ 10 നാളുണ്ട്. അള്ളാഹു സത്യമായിട്ട് ചെന്ന 10 നാൾ. അപ്പോൾ അതൊക്കെ ബറാബരി ഗ്രേഡുണ്ട്. ആ തിങ്ങലിലെ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടാ. ഷെയ്ത്താൻ ഹയ്യസ്റ്റ് ബുൽപ്പിട്ട ഒരു നാൾ, അത് അറഫ നാൾ. ഷെയ്ത്താൻ ഹയ്യസ്റ്റ് ബുൽപ്പിട്ടപ്പോൾ കൊന്നുണ്ടാ ബദർ യുദ്ധത്തിൽ ജയിച്ചുണ്ട്. അത് വിട്ടിട്ട് പിന്നെ ആറെ ബുൽപ്പിട്ടപ്പോൾ കൊന്നുണ്ടാ അറഫ നാളിലുണ്ട് ബുൽപ്പിട്ടു. ആ തിങ്ങളല്ല ദുൽഹിജ്ജയിൽ അറഫ തിങ്ങൾ. ഇടീ വർഷത്തിൽ എത്ര നാളുണ്ട്? 384. ആ നാളിൽ യാറെ ഗ്രേറ്റസ്റ്റ് നാളേത്? അതും ദുൽഹിജ്ജ് 10. ദുൽഹിജ്ജ് 10 ബറാബർ ഗ്രേഡ് നാളത്. ഇടീ അള്ളാഹുടെ ഒരുപാട് എല്ലാ പരീക്ഷയിലാക്കിയ ഫാസായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ അള്ളാഹു ധാരാളം വലിയ പരീക്ഷകൾ അള്ളാഹു അവളെ പഠിച്ചിട്ട് എത്ര ചെന്നെങ്കിൽ മോൻ്റെ സമയത്ത് ആർക്കും അല്ല ചെല്ലണ്ട. അള്ളാഹു കാട്ടി എന്താക്കും തയ്യാർ മഹാനായ. അതുകൊണ്ട് കുർബാനി ഞങ്ങളുടെ കുർബാനി കൂടെ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ മോൻ്റെ നബിയുല്ലാഹ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ അർത്ഥം നെനപ്പുകായിട്ട് കുർബാനി. അപ്പോൾ അതുള്ള തിങ്ങളേത് ദുൽഹിജ്ജ തിങ്ങൾ. ആ തിങ്ങളുടെ ഈ
ഈ തിങ്കൾ വലിയ ചെന്നല്ല വലിയ ബഹുമതിയും ഫലായിലുണ്ട് ഭാരി. അത്രമല്ല പണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ചൊല്ലുന്നത് അസ്ഹാബുൽ കാഫിനെ ആധാറ് അണ്ടത്തെ രാജാവ് നാണയ റബ്ബ് എന്ന് ചെന്നപ്പോൾ അത് എതിർത്തോ കുഞ്ഞ് ബാലക്കാരെന്നാണ് 7 ബാലക്കാർ അങ്ങ് പോയിട്ട് വലിച്ചു തെച്ചപ്പോൾ കഹബൂസ് അസ്ഹാബുൽ കാഫ് ചെല്ലുന്ന ഗുഹ. അങ്ങനെ ഈമാൻ്റെ ശക്തി വലിയ ശക്തി അങ്ങനെ. അതുകൊണ്ട് ഈമാൻ്റെ ശക്തി വേലിയായതുകൊണ്ട് അങ്ങനെ ഈമാന് അത് അങ്ങോട്ട് പോയി തെച്ചെന്നാൽ അതും ദുൽഹിജ്ജ 12 മൂസാ നബിയുടെ മേലെ ആരോപ്പാക്കി അതുകൊണ്ട് വ്യഭിചാര ആരോപ്പാക്കിയ കാറൂൻ അവൻ്റെ ഭൂമി മുലിങ്ങിയ നാളും ദുൽഹജ്ജ് 10. അപ്പോൾ ദുൽഹജ്ജ് 10 നാൾ 6 ബഹുമാനിക്കിടാറ്. ഈ ബഹുമാനിക്കിട്ട് എന്തോ അള്ളാഹ് റസൂൽ ഇഷ്ടപ്പെട്ടതല്ല ആക്കണല്ലേ. അള്ളാഹും അള്ളാഹ് റസൂൽ ഇഷ്ടപ്പെടാത്ത എന്തെല്ലാം ഇഷ്ടമില്ല അതല്ല ആക്കാണ്ടിക്കടോ അതിനെ ബഹുമാനിക്കണം ചെന്നാണ്. അപ്പോൾ ഈ ബഹുമാനിക്കട മകു 10 ലാഭ ചെന്ന് ആര് ചെന്നു അൽകുത്തുബുർ റബ്ബാനി വൽഗൗസ് സമദാനി മെഹബൂബ് സുഹാനി മഷൂർ റഹ്മാൻ താജുൽ തഖിയ സുൽത്താനുൽ ഔലിയ അഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല അസ്റഹുൽ ലസീ ആ മഹാൻ ചെല്ല് ദുൽഹിജ്ജ തിങ്കളുടെ 10 നാളിൻ്റെ ബഹുമാനിക്കണമോ 10 അങ്ങനെ 10 കാര്യം കൊണ്ട് അള്ളാഹു അങ്ങനെ ബഹുമാനിക്കടാ. അങ്ങനെ എന്താക്കടാ 10 നാളിൻ്റെ ബഹുമാനിക്കണമെങ്കിൽ 10 കാര്യം കൊണ്ട് അള്ളാഹു ബഹുമാനിക്കടാ. ഒന്നെന്തരോ ഒന്നും അങ്ങനെ ആയുഷ് യാറാവണം ഒന്നും അങ്ങ് ബഹുമാനിച്ചിട്ട് അള്ളാഹ് ഇഷ്ടമില്ലാത്ത ഒന്നും ആക്കിയിട്ടില്ല. 10 നാളിൽ അള്ളാഹ് ഇഷ്ടമില്ലാത്ത ഒന്നും ആക്കിയിട്ടില്ല. അള്ളാഹ് ഇഷ്ടം ഭയങ്കര യാറാക്കിയിട്ടുള്ള അതിന് വൃദ്ധന് അത് യാറാക്കിയിട്ടുള്ള അതിന് വോൾട്ടേജ്. പിന്നെന്താക്കട അള്ളാഹു അങ്ങനെയുള്ള സ്വത്തുలు അങ്ങനെയുള്ള സമ്പത്തിൽ അങ്ങനെയുള്ള പൈസത്തിൽ അള്ളാഹു എന്താക്കട നല്ല കുറേ യാറാക്കിയിട്ട് അങ്ങനെ ഐശ്വര്യവന്തരാക്കട ആരെ ഈ 14 ബഹുമാനിച്ചങ്ങനെ. പിന്നെ അങ്ങനെ കുടുംബത്തിൽ വിശേഷ കാവലിക്കട. മൂന്നാമത്തെ ലാഭ അങ്ങനെ കുടുംബക്കാർക്ക് വിശേഷ സംരക്ഷണിക്കട്. 4ാമത്തെ കാര്യം അങ്ങനെ സർവ്വദോഷ അള്ളാഹു മാഫാക്കട. 4ാമത്തെ ലാഭ അങ്ങനെ ബഹുമാനിക്കടോ. 5ാമത്തെ എന്തെങ്കിലും അങ്ങ് ആക്കടോ എല്ലാ സൽക്രമത്തിക്ക് ഡബിൾ കൂലി. ഒന്നു എപ്പം 10 അല്ലേ ഒന്നു ഇരിയോ ദുൽഹജ്ജ് പിന്നെ 1 പിടിച്ച 14 ആക്കട എല്ലാ കാര്യത്തിലും 1000 കൂലി ഓരോന്നു അതിന് ഡബിൾ കൂലി ആവല്ലേ. പിന്നൊന്നെന്തോ സക്കറാത്ര സമയത്തിൽ അങ്ങ് മൗത്തുര സക്കറാത്ര ബലി ഭയങ്കര ബലി സുബ്ഹാനല്ലാഹ് നൊമ്പലങ്കാലം ലോകത്തുള്ള എല്ലാവർക്കും ഓദിപ്പിച്ചിട്ടെങ്കിൽ ഇപ്പം മറിച്ച് പഠിച്ചിട്ടാണ് അത്തരം നൊമ്പല അങ്ങ് എന്താവു ഭയങ്കര എളുപ്പമാവു. 6ാമത്തെ ബഹുമാന. പിന്നെന്തൊരു 7ാമത്തെ ബഹുമാന 7ാമത്തെ കിട്ടും കബൂർ എപ്പോൾ നോക്കിയെങ്കിൽ ചിമ്മയുടെ ഭയങ്കര കഗ്ഗത്തൊലു ഭയങ്കര ചിമ്മ അവിടെ ഭയങ്കര പ്രകാശം ഭയങ്കര ബെൽക്കിറി സുബ്ഹാനല്ലാഹ് ഈ 10 നാളത്തെ ബഹുമാനിച്ചോ. പിന്നെ 8ാമത്തെ എന്തോ അങ്ങനെ മീസാനിൽ അങ്ങനെ എല്ലാ സൽക്രമ ബറാബരി ദിന്നയാറാവു. 9ാമത്തെ എന്തോ അങ്ങനെ അങ്ങ് പണ്ട് എല്ലാ ആപത്തുക്ക് എന്തെല്ലാം ആപത്ത് അള്ളാഹു കണക്കാക്കി വെച്ചാൽ അതെല്ലാം അള്ളാഹു തട്ടി ദൂരത്താക്കിയിട്ട് രക്ഷണ കാവലുണ്ടാക്കടാ. 10ാമത്തെ ലാഭം അങ്ങ് ഊന്നുണ്ടാ അങ്ങ് നല്ലോ വലിയ പദവി ഉണ്ടാക്കട വലിയ സ്ഥാനമാനം ഉണ്ടാക്കട ആർക്ക് ഈ 10 നാളത്തെ ബഹുമാനിച്ചു. അതുകൊണ്ട് അങ്ങ് എന്താവണം ഈ 10 നാളത്തെ ബഹുമാനിക്കണങ്ങായിട്ട് 2 ലോകത്തിലും ആഖിറത്തിലും കൂടെ ഇത് ഈ കിട്ടിയ സുവർണാവകാശത്തെ ഞങ്ങൾ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ ബൊമ്പന്മാരാവണം. എന്താവണം ഞങ്ങളെ ആഖിറത്തെ ബൊമ്പന്മാരും ഭൂമിയുടെ ബൊമ്പന്മാരും. മനസ്സിಗೆ എപ്പോഴൊക്കെ ನೆಮ್ಮದಿಲೇ മനസ്സിಗೆ എപ്പോഴൊക്കെ സമാധാന സന്തോല റാഹത്ത് ಖುಷಿ ഈ 10 നാളിൻ്റെ ബഹുമാനിക്കണം. അത് അള്ളാഹു ഇഷ്ടമില്ലാത്തത് ഒന്നും പറയാത്ത വല്ല ജാഗ്രത ആക്കണം. അള്ളാഹു ഇഷ്ടമില്ലാത്തത് അനിഷ്ടമായത് ബറാത്ത വല ജാഗ്രത ആക്കണം. അള്ളാഹു ഇഷ്ടമെന്നതല്ല യാറാക്കണം. ആ ഭാഗ്യം ഇൻഷാ അല്ലാഹ് അള്ളാഹു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഹക്ക് ബർക്കത്തോട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി പ്രസവിച്ച എല്ലാ മഹാന്മാർ മഹദിമാർ ഹക്ക് ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ അള്ളാഹുവിന് പ്രദാനം ചെയ്തുകൊണ്ട് ദുൽഹജ്ജ് തിങ്കളുടെ പഠിച്ചവനെ ധാരാളം സൽക്രമം കൊണ്ട് പഠിച്ചവനെ ബഹുമാനിക്കുള്ള വലിയ മഹാഭാഗ്യ നമുക്ക് എല്ലാവർക്കും നിത്താ അല്ലാഹ് ഞങ്ങൾ എല്ലാവരും സുന്നിയാക്കുക അല്ലാഹ്. സന്നികളെ ഷറിൽ ചെന്നൈയിൽ ബിദത്തുകാരെ ഷറിൽ ഞങ്ങളെ കുടുംബക്കാരെ ബന്ധപ്പെട്ട എല്ലാവരെയും നൂതനവാദികളെ ഷറിൽ കാത്തു രക്ഷിക്കുക അല്ലാഹ് ബിഹഖ് സയ്യിദിനാ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ ബറഹ്മതിക യാ അർഹമർ റഹീമീൻ.